ഞാൻ ഈ പണി അങ്ങ് നിർത്തിയാലോ എന്ന് കരുതാടോ അയ്യപ്പൻ നായരെ. നിർത്താനായിട്ട് നിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പണി? ഒരു ഗ്ലാസ് ചൂട് ചായയുടെ പുറത്ത് പത്രം വായന സാമൂഹ്യ വിമർശനം മാത്രമല്ലടോ എന്റെ തൊഴില്. പത്രം വായന നിർത്തിയാ പിന്നെ മറ്റേത് താനെ നിന്നോളും. ചിരിക്കണ്ട, അതിനിവിടെ ആരും തമാശ പറഞ്ഞില്ല. എന്റെ ബാലേട്ടാ, നിങ്ങൾ ഈ പിടലി വേദനയെ കൊളുത്തിപ്പിടുത്തവും ആരെങ്കിലും കൊണ്ടുപോയെന്ന് കാണിക്കേ. കാര്യമില്ല. അതെങ്ങനെയാ? ആയ കാലത്ത് ബ്രിട്ടീഷ് പോലീസിന്റെ കുറച്ചു കാലമാണോ വാങ്ങിക്കൂട്ടിയത്? അന്ന് കൊണ്ടത് മുഴുവൻ വെറുതെ ആയി നിറഞ്ഞപ്പോൾ ഇപ്പോഴാടോ ശരിക്കുള്ള വേദന. വാസല്ലേടാ അത്? ബാലമ്മാവനോ? ഒരു ചായ അവനും കൂടെ എടുക്കൂ നായർ. എവിടെ ആയിരുന്നു? 2-3 ദിവസമായിട്ട് നാട്ടിൽ കാണാനേ ഇല്ലായിരുന്നല്ലോ. അവന് ഭയങ്കര തിരക്കല്ലടോ തങ്കപ്പ. എവിടം വരെ എത്തിയടാ മക്കളെ? ഒരു കര കണ്ടു തുടങ്ങിയോ? എന്നെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് വല്ലതും നടക്കൂടാ? എന്ത് വിപ്ലവം? വിപ്ലവത്തിന്റെ കാര്യം ഉറപ്പില്ല. പക്ഷെ ഇക്കുറി പരമേശ്വരൻ നമ്പ്യാര് തെയ്യം നടത്തുമെന്ന് ഉറപ്പായി. തെയ്യം നടത്തി? ആഹാ, അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? നിന്റെ തന്ത ചന്തുപെരുമണ്ണാനെ തപ്പാൻ ആളെ വിട്ടിട്ടുണ്ട്. 4 കൊല്ലം മുടങ്ങിയതിന്റെ കേട് തീർത്ത് ഇക്കൊല്ലം പൊടി പൂരമാക്കാണെന്നാ കേൾവി. നടക്കട്ടടോ, മനുഷ്യന്മാരെക്കാൾ സ്ഥിരതന്റെ തെയ്യങ്ങൾക്ക്. അവിറ്റങ്ങളുടെ കാര്യങ്ങളും നടക്കട്ടെ. ബാലമ്മാവൻ തന്നെ ഇത് പറയണം. എടാ, നിന്റെ തന്തയോട് ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനമുള്ളൂ. നടത്തുമെന്ന് പറഞ്ഞാൽ അവൻ നടത്തും. എന്തിനും കൂട്ട് നടക്കാത്ത കാര്യം പറഞ്ഞ് നടക്കില്ല. എതിർക്കാനൊന്നും നിൽക്കണ്ട വാസു. പട്ടുകൊടുത്ത് കുത്തുവിളക്കുമായിട്ട് മുന്നിൽ നിൽക്കേണ്ട ആളാ നീയെ. നിന്നത് തന്നെ. ആകെ നീ ബാക്കിയുള്ളത് ആ തറവാടിരിക്കുന്ന പൊരയിടവാ. അതുകൂടെ പണയപ്പെടുത്തിയിട്ട് തെയ്യങ്ങളുടെ പ്രസാദം വേണ്ട. കാരണവന്മാര് കൈമാറി തന്നത് സ്വത്തും തറവാടും മാത്രമല്ല, പരദേവതകളെയും തെയ്യങ്ങളെയും കൂടെ ചേർത്താ. അവർക്കുള്ളത് മുടങ്ങിയതിന്റെ ശരിക്കും അറിഞ്ഞു. ഇനി വയ്യ. എന്ത് പണയപ്പെടുത്തിയും ഇത്തവണ തെയ്യം നടത്തും. തലയിരിക്കുമ്പോ വാലാടുന്ന പാരമ്പര്യം ഈ തറവാടിലില്ല. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേര നീ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? കോഴിക്കോട് വരെ ഒന്ന് പോയി. മെഡിക്കൽ കോളേജിൽ ഒരു ചങ്ങാതി കിടപ്പുണ്ടായിരുന്നു. വെട്ടോ കുത്തോ കൊണ്ട വകയിലായിരിക്കും. ഇഷ്ടപ്പെടൂല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന പ്രായവുമല്ല പ്രസ്ഥാനവുമല്ല. ചെല്ലേ, തീറും വീരും പ്രസംഗത്തിലല്ലേ ഉള്ളൂ. വയറ് കാലിയായിരിക്കും. ചെന്ന് ചോറ് വിളമ്പി കൊടുക്ക. മൂത്ത സന്തതി ഒരാണായപ്പോ സന്തോഷിച്ചു, നെകളിച്ചു. എന്നിട്ടിപ്പോ കണ്ടില്ലേ? ഈറം മാറി പട്ടെടുത്ത് ഇളം തലമുറക്കാരാരാന്ന് വെച്ചാ വിളക്കും എടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. ഏട്ടാ, വാസുവിനെ കൊണ്ടാവില്ലെന്ന്. ആ, കർമ്മങ്ങൾക്ക് മുഹൂർത്തം അടുക്കുമെന്ന് വേണമല്ലോ ദുർബുദ്ധി. കഷ്ടം. വന്നിനി ഈശ്വരകോപം കൂടി വരുത്തി വെക്കുന്ന ഏട്ടന്റെ പുറപ്പാട്. ഈശ്വരകോപം? വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല സുധേ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ വഴക്കുണ്ടായാലും പട്ടു കൊടുത്തോണ്ട് ആ കോമാളി വേഷം കെട്ടാൻ എനിക്ക് വയ്യ. നീ ചെല്ല്. അവന് വയ്യെന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടുമടക്കണോ കുഞ്ഞികൃഷ്ണ? കർമ്മങ്ങൾ മുടക്കണോ? അതിന് പരമേശ്വരൻ നമ്പ്യാര് വേറെ ജനിക്കണം. എപ്പോ മതിയെന്ന് വെച്ചാ അവനവനായില്ലല്ലോ ഏട്ടാ. വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ ഇളവറക്കാർ വേണ്ടേ? ഉണ്ട്. ഉണ്ണി, പോയി കുളിച്ച് പട്ടുമെടുത്തു വാ. തിറയിൽ വിളക്ക് കൊളുത്താൻ പോണത് നീയാണ്. ഏട്ടൻ എന്താ ഈ പറയണേ? ഒരുമ്പെട്ടിറങ്ങിപ്പോയുള്ള ചെക്കനെ കൊണ്ടോ? സാധ്യമല്ല. ഇറങ്ങിപ്പോകുന്നത് വരെ സൗദാമിനി ഇവിടത്തെ തന്നെ ആയിരുന്നു. കർമ്മങ്ങൾ നടത്താൻ രക്തബന്ധങ്ങൾ മതി. കാരണവര് ഏട്ടനാണ്. പക്ഷെ പറഞ്ഞില്ലത് വേണ്ട.
ഇന്ന് ഈ ബന്ധം ഭഗവച്ചു കൊടുത്താൽ നാളെ കുഞ്ഞികൃഷ്ണ, കർമ്മങ്ങൾ ആദ്യം. പോയി കുളിച്ചു പാടാന്ന് പറഞ്ഞപ്പോ ഞാൻ അന്തിച്ചു പോയമേ. കാല് തൊട്ടുതെടുത്ത് വിളക്ക് വാങ്ങിയപ്പോ കണ്ണു നിറഞ്ഞുപോയി. അമ്മാവന്റെ അല്ല, എന്റെ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ വാസുവിന്റെ കൂടെ കൊത്താങ്കല്ല് കളിക്കാൻ ചെന്ന് കയറിയ വീട് എന്റെ തറവാടായിരുന്നു മനസ്സിലായത് അതിന്റെ പേരിൽ അമ്മയുടെ തല്ലുകൊണ്ടപ്പോഴായിരുന്നു. അന്നു തൊട്ട് ഇന്നുവരെ എന്റെ തല കാണുമ്പം മുഖം വെട്ടിച്ചകത്തേക്ക് കയറി പോകാറുള്ള ആ മനുഷ്യൻ പക്ഷേ എന്റെ അമ്മാവനാണെന്ന് മനസ്സിലായത് ഇന്നാണ്. ഇനി മുഖം തിരിച്ചോട്ടെ, ഒരു വാക്കുപോലും മിണ്ടുകയും വേണ്ട. മരുമകൻ എന്നുള്ള അവകാശം നാട്ടുകാരികൾക്ക് സമ്മതിച്ചു തന്നല്ലോ. മതി, ധാരാളമായി. മരുമകൻ മുറപ്പെണ്ണ കൈയോടെ ഇവിടെ ചേപ്പിച്ചെങ്കിൽ തരും. എടാ ഗതികെട്ടപ്പം മാനം പോവാതിരിക്കാൻ ആരെങ്കിലും ഒരുത്തൻ. അതാരാ പുള്ളി? ഇഷ്ടം തോന്നി ഒരാളിന്റെ കൂടെ ഇറങ്ങിപ്പോന്നൊരു തെറ്റേ അമ്മ ചെയ്തിട്ടുള്ളൂ. അതിൽ പിന്നെ ഒരുപാട് തെയ്യാൻ കഴിഞ്ഞു. തറവാട്ടിലെ ഒറ്റ പെന്തരിയ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിച്ചില്ല ആരും. മോങ്ങാൻ തുടങ്ങണ്ട. വിളിക്കാത്തടത്ത് വലിഞ്ഞുകടി ചെല്ലുന്നത് തന്തയ്ക്ക് പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതിന്റെ പേര് ഞെളിയാനൊരു മോനും മോങ്ങാനൊരു തള്ളേ. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നെ പറഞ്ഞോ, എന്റെ അച്ഛനെ പറയരുതെന്ന്. അത് നിന്റെ മോൻ പറഞ്ഞത് നേരാ. പറയാൻ കൊള്ളാവുന്ന ഒരു കേസല്ല അത്. മീശ നരച്ചു നോക്കി ഞാൻ നോക്കൂല. കടക്കാരുടെ മുഖത്ത് നോക്കാൻ നട്ടല്ലില്ലാണ്ട് എന്നെ നിന്നെ വഴിയാധാരമാക്കിയിട്ട് തന്ത തൂങ്ങിച്ചത്തപ്പോ ഈ മുറ്റം നിരങ്ങാൻ ഒരുപാട് പേര് വന്നു. അന്ന് ആകെയുള്ള ഒരു തുണ ഈ നിൽക്കുന്ന മനുഷ്യനായിരുന്നു. നിന്റെ ഈ തടി ഈ മനുഷ്യന്റെ ചോറ. നീ എതിരെ കൈപ്പൊക്കൊല്ലടാ. പ്രമോഷൻ ട്രാൻസ്ഫർ വല്ലടത്തേക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ കസ്റ്റംസ് ഡ്യൂട്ടി സംഘടിപ്പിച്ചെടുക്കണം. അത് ബുദ്ധി. പിന്നെ ശമ്പളം എന്തിനാ? കിമ്പളം പോരെ. ചെറിയമ്മാവ, ഓ, അമ്മാവനോടുള്ള ഒരു ബഹുമാനം കണ്ടില്ലേ? ഇന്നലെ അവകാശവും സ്ഥാപിച്ചല്ലോ. ചെറിയമ്മാവൻ ഇന്ന് തന്നെ പോവായോ? ആരാണ് അതിന് ചെറിയമ്മാവൻ? ഏട്ടൻ എന്നൊരു ബുദ്ധിമോശം കാണിച്ചു. അതിന്റെ പേരിൽ ബന്ധവകാശവും പറഞ്ഞു വന്നാൽ അടിച്ച് പല്ല് പൊളിക്കാം ഞാൻ. ചെറിയമ്മാവനാണ് അത്ര. എടുത്തു മാറ്റണം അതിന്റെ സൈക്കിള്. എടുത്തോട്ട് പോടാ.